നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാറിനൊരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: KSRTC ഉദ്യോഗസ്ഥരെ, അതായത് KSRTCയിലെ ഡ്രൈവറെയോ കണ്ടക്ടറെയോ അവരെന്തെങ്കിലും തെറ്റോ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള പെരുമാറ്റമോ യാത്രക്കാർക്കോ മറ്റുള്ള വാഹനങ്ങൾക്കോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും ബസ് നിർത്തുവാനോ അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചു കയറുവാനോ ബസ്സിലെ കണ്ടക്ടറെയോ ഡ്രൈവറെയോ കൈകാര്യം ചെയ്യുവാനോ മോശമായി പെരുമാറാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ യാത്രക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ, പരാതി ഉള്ള ആളുകൾ CMDക്ക് പരാതി നൽകിയാൽ അത് കൃത്യമായി തന്നെ അന്വേഷിക്കും എന്നാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു വീഡിയോ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചിത്രീകരിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചിത്രീകരിച്ചതിന് ശേഷം അത് കൊണ്ടുവന്നാലും പരാതി സ്വീകരിക്കുകയും നടപടി എടുക്കുകയും ചെയ്യുമെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. അനാവശ്യമായിട്ട് ആരും തന്നെ ബസ് പിടിച്ചിടുവാനോ അല്ലെങ്കിൽ ബസ്സിലെ ഡ്രൈവറിനെയോ കണ്ടക്ടറെയോ മോശമായി പെരുമാറാനോ അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിച്ച് നടക്കുവാനോ അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മോശം സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ക്രിമിനൽ വകുപ്പ് പ്രകാരമുള്ള കേസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനെതിരെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ടും അല്ലാതെയും നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കെ.ബി. ഗണേഷ് കുമാർ പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ആത്മവിശ്വാസവും എല്ലാവർക്കും ഒരു പ്രതീക്ഷയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇതുവരെയും അങ്ങനെയൊന്നും തന്നെ കൈവിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ യദു എന്ന സാധാരണക്കാരനായ ആ ഡ്രൈവറിന് ഉണ്ടായ മോശം അനുഭവങ്ങൾ, യദുവിന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ മോശം അനുഭവത്തിൽ നിന്ന് യദുവിനെ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും യദുവിനെ KSRTC താൽക്കാലിക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കെ.ബി. ഗണേഷ് കുമാർ യദുവിനെ തിരിച്ചെടുക്കാതിരിക്കുന്നത്? അതായത് അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഇതാണ്: ഇപ്പോൾ കേസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്താണോ ഈ കേസ് അവസാനിക്കുന്നത്, ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് റിപ്പോർട്ടാണോ വരുന്നത് അതനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ എന്നായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ ഒരു തീരുമാനമെടുത്തിരുന്നത്. ആ തീരുമാനത്തോട് പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യാതൊരുവിധ താല്പര്യവുമില്ല. കാരണം അതുവരെയെങ്കിലും, അതായത് യദു എന്ന ഡ്രൈവർ കുറ്റക്കാരനാണോ അല്ലയോ എന്ന റിപ്പോർട്ട് വരുന്നത് വരെയെങ്കിലും താൽക്കാലിക തൊഴിലാളിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാമ്പത്തികപരമായി വളരെ മോശം ചുറ്റുപാടിലുള്ള യദുവിന്റെ തൊഴിൽ കൊടുക്കാമായിരുന്നു എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത്. കെ.ബി. ഗണേഷ് കുമാറിൽ നിന്നും അത്തരമൊരു നീക്കം ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ, അതായത് ഈ കണ്ടക്ടറിനെയോ ഡ്രൈവറിനെയോ മോശമായി പെരുമാറരുത് എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ അത്തരമൊരു ഇതുമായി കെ.ബി. ഗണേഷ് കുമാർ വന്നപ്പോൾ തന്നെ പൊതുജനം അതിനെ സ്വീകരിച്ചത് മറ്റൊരു തലത്തിലാണ്. ഇതൊക്കെ തന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ആദ്യം യദുവിന് ജോലി കൊടുത്തിട്ട് മതി താങ്കളുടെ ഉപദേശം എന്ന് പറയുന്നവരും നിരവധിയാണ്. മാത്രമല്ല, എന്തർത്ഥത്തിലാണ് യദുവിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളും കെ.ബി. ഗണേഷ് കുമാറിന് നേരെ ഉയരുകയാണ്. യദു എന്ന വ്യക്തിയെ പൂർണ്ണമായും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല, താൽക്കാലികമായി മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ താൽക്കാലിക മാറ്റി നിർത്തൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ യദു എന്ന ദിവസ വേതനക്കാരൻ എങ്ങനെ ജീവിക്കും എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ മറുപടിയും ആ കമന്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യദു എന്ന വ്യക്തി ഡ്രൈവിംഗ് അറിയാവുന്നതാണ് ആളാണ്. യദു എങ്ങനെയെങ്കിലും ജീവിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റി നിർത്തൽ അതിന്റെ ആവശ്യമില്ല എന്ന മേയറിനെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മേയറാണ് കുറ്റക്കാരെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഗണേഷ് കുമാറിനോടുള്ള ഒരു ചെറിയൊരു ആ ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിനോടുള്ള പ്രതീക്ഷയൊക്കെ തന്നെ മങ്ങി തുടങ്ങിയോ എന്നാണ് ഈ ഒരു കമന്റുകളും ഈ ഒരു പ്രതികരണവും ഒക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ നിന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പൊതുജനം ചോദിക്കുന്നത്, എന്താ ഇനി ഞങ്ങൾ KSRTCയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ സമയം ക്യാമറ ഓൺ ആക്കി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ KSRTC ബസ്സിനകത്ത് ക്യാമറ ഘടിപ്പിക്കുമെന്ന മന്ത്രി തന്നെ ആദ്യം പറഞ്ഞത്? ആ കാര്യം ഇപ്പോൾ പ്ലേറ്റ് മാറ്റി പറയുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരികയാണ്. എന്തായാലും യദുവിന് ജോലി നൽകണം, യദുവിന്റെ ജോലി, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജോലി തിരികെ നൽകണം എന്ന ആവശ്യം തന്നെയാണ് പൊതുജനങ്ങൾ ുള്ളത്. ഈ ഒരു പ്രതികരണം കണ്ടിട്ടെങ്കിലും കെ.ബി. ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.